അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനൂസ് ഫാമിലി മിനിറ്റ്സ്. ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കുറെ കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിട്ടാ ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ലേ, ആ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏത് ആപ്പ് വഴിന് വീഡിയോസ് എഡിറ്റ് ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കൂട്ടുകാർ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ എന്താ പറയാ കുറെ എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഒരുപാട് ഉപകാരമായിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ മനസ്സിലായി അങ്ങനെ ചെയ്യാൻ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അവർക്ക് ഓക്കെയാണ്, അവർക്ക് ഇപ്പൊ എങ്ങനെയാ മനസ്സിലായിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതിയ യൂട്യൂബറാ. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 4 മാസമായിട്ടുള്ളൂ. നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് പുതിയ പുതിയ കുറെ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ഷെയറിംഗ് ആയിരുന്നു കേട്ടാ ഇന്നലത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അവരെന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ, പിന്നീട് ചോദിച്ചത് ഞാൻ യൂട്യൂബില് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് തംബ്നെയിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് നമ്മൾ തംബ്നെയിൽ നല്ലൊരു അട്രാക്റ്റഡ് തംബ്നെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണ്ടേ, അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടാ. അപ്പോ ഞാൻ ചെയ്യുന്ന കുറച്ച് മെത്തേഡാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രല്ല ഞാൻ ചെയ്തു തുടങ്ങുന്നത് ആദ്യക്ക് പിക്സാർട്ട് വഴിയും ചെയ്തു തുടങ്ങുന്നത്. നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ആപ്സ് ഇന്ന് നിലവിലുണ്ട് കേട്ടാ. അതിലൊരെണ്ണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പിക്സാർട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡോബ് എക്സ്പ്രസ് ഉപയോഗിച്ചു. ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത് കാൻവാപ്പിലാട്ടാ. അപ്പൊ എന്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻവാപ്പ് തന്നെയാണ്. ഞാൻ ആർക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിലും കാൻവാപ്പിനെ തന്നെ പറയുള്ളൂ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ യൂട്യൂബിന്റെ തംബ്നെയിൽ എനിക്ക് നല്ല ഭംഗിയിൽ കൺവേല് ചെയ്യാൻ പറ്റി. അത് മാത്രല്ല കൺവേല് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടാ. ഒരുപാട് എലമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രല്ല ഇപ്പൊ ഞാൻ പിക്സാർട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അഡോബ് എക്സ്പ്രസ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അഡോബ് എക്സ്പ്രസിനെ പറ്റിയിട്ട് ഒരു കാര്യം ഈ വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണണം. അത് മാത്രല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോ. പറ്റിയില്ലെങ്കിൽ എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടാ. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൻവാപ്പും അഡോബ് എക്സ്പ്രസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ല വൈഫൈ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ വേണം കേട്ടാ. അപ്പൊ അതൊന്ന് നോക്കണം. പിന്നെ അത് മാത്രല്ല മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നല്ല പേഷ്യൻസാ, ക്ഷമ നന്നായിട്ട് വേണം. നമ്മൾ എന്തുട്ടാ വേഗം വന്ന് അത് ചെയ്ത് അങ്ങനെ ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുത്തു, വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും, ചിലപ്പോ കണ്ടന്റ് ക്ലാരിറ്റി എന്തെങ്കിലും കുറഞ്ഞാലും കുഴപ്പമില്ല. തംബ്നെയിൽ നല്ല അട്രാക്റ്റഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യൂവേഴ്സിന് എന്നാ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കേറി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അവരത് ഓപ്പൺ ചെയ്യൂട്ടാ. ഇനി അഥവാ നമ്മുടെ തംബ്നെയിൽ മോശമാണ്, നമ്മുടെ വീഡിയോ ക്ലാരിറ്റിയും വീഡിയോ കണ്ടന്റ് ക്ലാരിറ്റിയും ഒക്കെ ഹൈ ലെവലായാലും നമ്മുടെ തംബ്നെയിൽ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും അത് തുറന്നു നോക്കൂല. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വേണ്ടേ നമ്മുടെ തംബ്നെയിൽ, അതല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വേഗമായോ, ഞാൻ അധികം ലാഗ് അടിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, വേഗമായോ തംബ്നെയിൽ കൊടുക്കാന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഞാനിവിടെ തംബ്നെയിൽ കൊടുക്കുന്നത് കാൻവാപ്പിലാണ്, പിക്സാർട്ടിലോ അഡോബ് എക്സ്പ്രസ് എന്റെ ഉണ്ട്. ഞാൻ പിക്ചർ വെട്ടിയിട്ടാണ് ചെയ്യാറ്. അതൊക്കെ നമുക്ക് ഒരു പിക്ചർ വെട്ടാം. വെട്ടിയിട്ട് ഇങ്ങനെ ഒരു വെള്ള ലൈൻ പിക്ചറിന്റെ മേലെ കൂടെ നമ്മൾ കൊടുക്കാറില്ലേ, നമുക്ക് അതുപോലെ ഒരു പിക്ചർ വെട്ടിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ ഞാൻ ഇവിടെ അഡോബ് എക്സ്പ്രസ് ഓൺ ചെയ്യുന്നത്. ഇതിന് നെറ്റ് ആവശ്യമുണ്ട് കേട്ടാ. കൻവാപ്പ് ചെയ്യാനും അഡോബ് എക്സ്പ്രസും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് ആവശ്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടത് കണ്ട റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ഒരു പെണ്ണിന്റെ ഫോട്ടോ ആയിട്ട് തുടക്കത്തിൽ തന്നെ. അപ്പൊ എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ക്യാമറ എടുക്കാം. ക്യാമറയിൽ അന്ന് ഞങ്ങൾ പോയ ഒരു ചെറിയൊരു പിക്ക് ഉണ്ട്, ബ്യൂട്ടി പാർലറിലും അതിനെന്തിനൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരു ചെറിയ പിക്ക്. അപ്പൊ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതിനത് വെട്ടിവരും. ഓക്കെ, അച്ഛനും മക്കളിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഇതിപ്പോ നമുക്കതൊന്ന് നല്ല രസത്തിൽ ക്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ലേ, ആ ഡൗൺലോഡ് ഓപ്ഷൻ ഞെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഗാലറിയിലേക്ക് അത് എക്സ്പോർട്ട് ആയിക്കോളും. ഇനി നമുക്ക് ഇത് വേണ്ട, ഇനി നമുക്ക് ഇത് കളയാം. ഇനി നമുക്ക് അടുത്ത വേണ്ട എന്താ, നമ്മുടെ കൻവാപ്പ് നമുക്ക് തംബ്നെയിൽ കൊടുക്കാൻ വേണ്ടി പോവാം. അപ്പൊ കൻവാപ്പ് എടുക്കാം. കൻവാപ്പ് ഓപ്പൺ ആവട്ടെ കേട്ടാ.
ഓക്കെ, ഇതിൽ കണ്ട കുറേ അധികം ഡിസൈൻ ചെയ്യാനായിട്ട് കുറേ നമുക്ക് അവൈലബിൾ ആണ്, കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. കണ്ടാ ഒന്ന് ലോഡാവും കേട്ടോ, എന്ന് വെച്ചാൽ നെറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം ഇതിന്. അപ്പൊ നോക്കി ഇതിന്റെ അടിയിൽ ഡിസൈൻ, എലമെന്റ്സ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അപ്ലോഡ്സ്, ടൂൾസ്, പ്രൊജക്ട്സ്, ആപ്സ്, മാജിക് മീഡിയ. ഇതൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ എടുക്കാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാലെ ഡിസൈൻ എടുക്കും. ഡിസൈൻ എടുക്കുമ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ആയിട്ട് വരും. അങ്ങനെ പല പല മോഡൽ തരും. ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഇങ്ങനെ യൂസ് 4+ വേർഡ്സ് ടു ഡിസ്ക്രൈബ് എന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് അടിക്കാം. ഡേ ഇൻ മൈ ലൈഫ്. കടാ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, കടാ. അപ്പൊ നോക്കിയേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം തംബ്നെയിലുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തംബ്നെയിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഏത് തംബ്നെയിൽ കൊടുക്കണം, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നിട്ട് ഈ പെണ്ണ് നിൽക്കണ ഡേ ഇൻ മൈ ലൈഫ് ആണ് കൊടുക്കണത്. ഇപ്പൊ ഈ പെണ്ണിനെ കണ്ട നിങ്ങൾ, ഈ പെണ്ണിനെ കണ്ടപ്പോ പെണ്ണിനെ നമ്മൾ ക്രോപ്പ് ചെയ്തില്ലേ, അബേട്ടന്റെ മക്കളെയും ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേഡോ വന്ന് കണ്ട, അങ്ങനെ ഒരു വെള്ള ഷേഡോ നമുക്ക് അതുപോലെ വരുത്തണം. അപ്പൊ നമുക്ക് അധികം ഈ പെണ്ണിനെ വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ആ പെണ്ണിനെ ഡിലീറ്റ് ചെയ്യല്ല, മൊത്തത്തില് ആ പൂവും ഇപ്പൊ ഇവിടെ കറുത്ത പാടിന് ഇതുമ്മൽ ഇരിക്കണേ. ഇതൊക്കെ നമുക്ക് ഞെക്കി കഴിഞ്ഞാൽ അറിയാട്ടാ. അല്ലാണ്ട് നമ്മൾ തുടക്കത്തിൽ പോയിട്ട് ഇത് ഞെക്കി അത് വരുന്നു, ഇത് വരുന്നില്ല നോക്കിയിട്ട് കാര്യമില്ല. ഓരോന്ന് ഞെക്കി നമുക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ആക്കാം. അപ്പൊ ഈ പെണ്ണിന് പകരം നമുക്ക് നമ്മുടെ റീപ്ലേസ് കൊടുക്കാം. ഏറ്റവും അടിയിൽ റീപ്ലേസ് ഇല്ലേ, റീപ്ലേസിൽ നോക്കിയാൽ നമുക്ക് ഇഷ്ടമാതിരി റീസെന്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളത് അതൊക്കെ ഉണ്ട്. എൻ്റെ ഗാലറി അധികം നോക്കണ്ട, നിങ്ങൾ അന്തം വിടും. അപ്പൊ അതിൽ നമുക്ക് ഇമേജസ് എടുക്കാം. ഇമേജസ് എടുത്തിട്ട് കുറച്ചൊന്നൊരു ലാഗാട്ടാ, ലോഡായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു ഇതിൽ അബേട്ടനും മക്കളൊക്കെ കൂടി പോയിട്ട് ആ ഒരു തംബ്നെയിലല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് നോക്കാം. കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഓടിപ്പോയി എടുത്താൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടില്ല. കണ്ട. അപ്പം നോക്കിയേ, അപ്പം ഇതിൽ ഞാൻ നിൽക്കണ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ ജസ്റ്റ് സെൽഫി എടുക്കണ ഒരു ഫോട്ടോ. അപ്പം നമുക്ക് അതെടുക്കാം. അപ്പോൾ ആ പെണ്ണിന് പകരം നോക്കിയേ ഞാൻ വന്നു, ഞാൻ അടിപൊളിയായില്ലേ. ഇനി നമുക്ക് ഇപ്പുറത്ത് കൊടുക്കണം. ഇപ്പുറത്ത് കൊടുക്കാൻ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും പോകാം. കുറച്ച് ഇങ്ങനെ ക്ഷമയുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് ഈ തംബ്നെയിൽ കൊടുക്കൽ കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പുക്കുട്ടൻ വാച്ച് കെട്ടുന്നത് ഇങ്ങനത്തെ ഒരു ഇത്, വാച്ച് കെട്ടിയതൊരിത്. അപ്പോൾ അതവിടെ വന്നു. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇതിൽ കണ്ടില്ലേ, ഇത് ഓരോ കോളങ്ങൾ ഞെക്കുമ്പോൾ അടിയിൽ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. ആ റീപ്ലേസ്മെന്റ് ഞെക്കിയിട്ട് നമുക്ക് അടുത്തതും സിമ്പിൾ പറഞ്ഞാൽ ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഇത് കൊടുക്കാം. അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോളം, അതിൻ്റെ ഇടയിൽ കണ്ട കോഫി ബ്രേക്ക്, അങ്ങനെ അതൊക്കെ ഞാൻ പോണ വഴിയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ഞാൻ കൊടുത്ത് സെറ്റാക്കട്ടെ. ഓക്കെ, അബിയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നതും കൊടുത്തു. ഇപ്പൊ അബിയേട്ടന്റെ തലയിൽ കാണാനില്ലേ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ വെക്കാം. കണ്ട, റെഡി? ഓക്കെ. ഇനി നമുക്ക് ഈ കോഫി ബ്രേക്ക് ഒന്നും വേണ്ട. ആ കോഫി ബ്രേക്കിനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ എസ്തറ്റിക് ക്രോപ്പ്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഏരോ മാർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, കണ്ട, അതൊന്നൊരു ഭംഗിയില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ബ്ലാക്ക് ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കണ്ട, ഡേ ഇൻ മൈ ലൈഫ് കറക്റ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ നേരത്തെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അബേട്ടൻ്റെ മക്കളൊക്കെ, അത് നോക്കിയാൽ നമ്മൾ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഒരെണ്ണം അങ്ങോട്ട് എടുത്തു. അതുപോലെ തന്നെ അപ്പുക്കുട്ടൻ്റെ ഈ ഒരു ഫോട്ടോ എടുത്തു, ഇതെടുത്തു. എൻ്റെ ഒരെണ്ണം അവിടെ ഉണ്ടല്ലോ, വേണ്ട. നമുക്കിതിപ്പോൾ നേരിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് വരും. ഓക്കെ, കണ്ട, അടിപൊളിയായിട്ട് ഗാലറിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇഷ്ടം നോക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വലുതാക്കണമെങ്കിൽ ഇത് പിടിച്ചിട്ട് ഈ ഏരോ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കിയാൽ മതി. കടാ, അപ്പോൾ വലുതും ചെറുതൊക്കെ ആയി. കടാ, സെറ്റായത്. കടാ, അപ്പുക്കുട്ടനും വലിയതായി. ഇനി നമുക്ക് എന്ത് വേണം, ഇതിന് നമ്മൾ നേരത്തെ പോലെ വെള്ളം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആ പിക്ചറും ഞെക്കാം. എന്നിട്ട് ഇവിടെ കണ്ട റീപ്ലേസ്, സെലക്ട്, അഡ്ജസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ അത് നടക്കില്ല. മാജിക് സ്റ്റുഡിയോ, ഫിൽറ്റേഴ്സ്. ഫിൽറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളർ മാറ്റാം. കണ്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റോ എങ്ങനെ വേണമെങ്കിലും, പച്ച കളറോ ചുവപ്പ് കളറോ നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ജസ്റ്റ് ഇത് മതി. ഇതിൽ ഇനി എഫക്റ്റ് കണ്ട, നമ്മൾക്ക് ഇതിൽ ഷേഡോ,
ഡ്യൂട്ടോണ്, ബ്ലർ, ഓട്ടോ ഫോക്കസ്, ഫേസ് റീടച്ച് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ കൊടുക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേഡോസിന് ഇവിടെ കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഔട്ട്ലൈൻ എടുക്കാം. ഔട്ട്ലൈൻ എടുത്തിട്ട് സംഭവം വന്നിട്ടില്ല, ബ്ലാക്ക് അല്ലേ വന്നിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഞെക്കുമ്പോ ഇവിടെ ബ്ലാക്ക് കളർ ഉണ്ട്. ആ ബ്ലാക്ക് കളറിന് പറയാം നമുക്ക് വൈറ്റ് ആക്കാം. ഓക്കെ, വൈറ്റ് ആക്കി. ഇനിയിപ്പോ വണ്ണം കൂട്ടണോ? വണ്ണം കൂട്ടി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വണ്ണം കുറച്ചിട്ട് മതി. ഓക്കെ, അണ്ട് ഇൻഡോ അമർത്താം. അത് ഡണ്ണായി. ഇനി അതേപോലെ തന്നെ അടുത്ത ഞെക്കാം. അണ്ട് എഫക്റ്റ് കൊടുക്കാം, ഷേഡോ കൊടുക്കാം, ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലാക്ക് ക്ലിക്ക് ചെയ്യാം, അത് നേരെ വൈറ്റിലേക്ക് വലിച്ചിട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട്? അത് റെഡി ആയില്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇത് കൊടുത്തു. ഇനി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാ, ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഇതവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് വല്ല മലയാളത്തിൽ കൊടുക്കണം. അപ്പൊ നമുക്ക് മലയാളത്തിൽ കൊടുക്കുമ്പോൾ ഇവന്മാരൊക്കെ ഇത്തിരി വലിയതായിട്ടല്ലേ കിടക്കണേ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ചെറുപ്പിക്കണം. ഇത്ര വലിപ്പം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ കൂട്ടനെ എല്ലാവരും ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം കേട്ടാ. ഓക്കെ, ഈ അപ്പൊ കൂട്ടൻ ഇവിടെ കിടന്നോട്ടെ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് നിർത്തിയൊക്കെ വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഈ അപ്പൊ കൂട്ടന് വേണമെങ്കിൽ ഇത്തിരി വലിപ്പത്തിൽ കൊടുക്കാം. ഓക്കെ, ഡേ ഇൻ മൈ ലൈഫ് കൊടുത്തു. ഇനി നമുക്ക് മലയാളമോ ഇംഗ്ലീഷ് എന്ത് വേണമെന്ന് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഇവിടെ എഡിറ്റ് ഫോണ്ട്, ടെക്സ്റ്റ് സ്റ്റൈല്, ഫോണ്ട്, കളറ്, ഫോർമാറ്റ്, സ്പേസിങ്, അഡ്വാൻസ്ഡ്, ഇതൊക്കെ ഒരുപാട് ഇതായി. ട്രാൻസ്പെറൻസി ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തുള്ളത്. ഇനിയിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ട്രാൻസ്പെറൻസി കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ മൊത്തം പോയി കറുത്തു. നമുക്ക് ഇത്തിയെങ്കിലും ഒന്ന് കാണണമെങ്കിൽ കണ്ടാ ട്രാൻസ്പെറൻസി ആക്കാം. പിന്നെ ഇതിൽ ആനിമേഷനും കാര്യങ്ങളൊന്നും നമുക്ക് തംബ്നെയിൽ വർക്കാവില്ല. തംബ്നെയിൽ ഒരു ഫോട്ടോ അല്ലേ, അപ്പൊ അതൊന്നും വേണ്ട. പിന്നെ ഏത് ലെയറൊക്കെ വേണ്ടെന്നിട്ടാ. ഇനിയിപ്പോ നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഏറ്റവും ഇവരെ ഇങ്ങനെ അടിയിലേക്കൊക്കെ വന്ന് കിടക്കണം. അപ്പൊ അത് നമ്മൾ അങ്ങനെ അടിയിക്കിട്ടു. ഇനിയിപ്പോ ഈ ഫോട്ടോ ഇതിന്റെ ഇപ്പുറത്ത് വന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ കൂട്ടന്റെ അത് അങ്ങോട്ട് നീങ്ങിപ്പോയില്ലേ, അങ്ങനെ. ഇനിയിപ്പോ അത് നമുക്ക് വേണ്ട, നമ്മൾ എഡിറ്റ് ചെയ്ത് തെറ്റിന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഏറ്റവും മേലെ ഫയലിന്റെ അവിടെ കണ്ട, ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു ബാക്കിലേക്ക് വരോ അത് അമർത്താം. അപ്പൊ കണ്ട അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എടുക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ്. അപ്പൊ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് അല്ലേ, ഇനി അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ്, തിരിയണോ മറയണോ, എങ്ങനെ വേണമെങ്കിലും കടാ. ഫോർവേഡ് കടാ, അതില് അലൈനൊക്കെ ഉണ്ട് കേട്ടോ. അലൈൻ, അഡ്വാൻസ്ഡ്, അതിനൊന്നും ആവശ്യമൊന്നുമില്ല. അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടെക്സ്റ്റ് കൊടുക്കാൻ പോവാ. എന്ത് ടെക്സ്റ്റാ കൊടുക്കുക? തിരക്ക് പിടിച്ച ഒരു ദിവസം, ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെക്സ്റ്റ് എടുത്തിട്ട് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ടെക്സ്റ്റിന് അതൊന്നും നമുക്ക് കിട്ടില്ല. കണ്ട, പ്രോ എന്ന് പറയുന്നതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടാ. അല്ലെങ്കിൽ അതുമേല് കൻവയുടെ ഒരു വാട്ടർമാർക്ക് വരും. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചിലവരുടെ ഒക്കെ തംബ്നെയിൽ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ലെറ്റ്സ് പാർട്ടി, ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചാലേ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് വേണ്ട, നമുക്ക് മലയാളം എഴുതാനായിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് തിരക്ക് പിടിച്ചൊരു ദിവസം എഴുതാം മലയാളത്തിൽ കേട്ടാ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഞാനൊരു ടെക്സ്റ്റ് ഇതാക്കിണ്ടായിരുന്നു. നമുക്ക് വേണ്ടെങ്കിൽ നോക്കിയേ ഏതാണോ ഞെക്ക അതുമേ ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോ നോക്കിയേ ഇത് നമുക്ക് 2 വേണമെന്ന് വിചാരിക്കാം. കോപ്പി ചെയ്തു, 2 വന്നു, വേണ്ട ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുമേലെ എന്തെങ്കിലും എഴുത്ത് കൊടുക്കണം. അപ്പൊ അത് പിടിച്ച് അതാക്കിയാൽ മതിട്ടാ. ഇപ്പൊ നമുക്കൊന്നും വേണ്ട. നമുക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് ബോൾഡ് ആക്കണം. അപ്പൊ അതിനൊന്ന് ജസ്റ്റ് സെലക്ട് ഓൾ കൊടുക്കുക, എന്നിട്ട് ബോൾഡ് ആക്കാം. ഇനി കളർ ചേഞ്ച് വേണമെങ്കിൽ നോക്കി നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വൈറ്റ് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കാണാനല്ലേ ഭംഗി. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം. ഇത്ര വലിപ്പം നമുക്ക് വേണ്ട. ഡേ ഇൻ മൈ ലൈഫ്, തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഓക്കെ ആയില്ലേ? പക്ഷെ നമ്മൾ ഈ അറേഞ്ച് ചെയ്തത് ഒരു ഭംഗിയില്ലേ കാണാൻ. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ അപ്പുകൂട്ടനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ അപ്പുകൂട്ടനെ ഇങ്ങനെ വലുതാക്കാം. ഓക്കെ, ഈ അപ്പുകൂട്ടൻ ഇങ്ങോട്ട് ഇരിക്കട്ടെ. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ട ഈ അപ്പുകൂട്ടൻ ഈ ഫോട്ടോരെ അടിയിലേക്ക് മേലേക്ക് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ലെയർ ഇല്ലേ, ലെയേഴ്സ്, പൊസിഷൻ അല്ലല്ലോ, ലെയർ. ഈ ലെയർ നമുക്ക് ഇതിന്റെ മേലേക്ക് ഇടണം. കണ്ട, അപ്പൊ നോക്കിയേ നമ്മുടെ അഭിയേട്ടന്റെ ഇത് ഈ ഫോട്ടോ കണ്ട ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് വന്നു. കണ്ട, ഓക്കെ ആയില്ലേ? ഇപ്പൊ കണ്ട
ഡൺ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഒന്ന് ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കുറേ അധികം ഇതുകൾ വരും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും ഞാൻ ചെയ്യാല്ല. ഞാൻ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതാണ് കേട്ടോ. അപ്പൊ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇത് ഇങ്ങോട്ട് പോട്ടെ. ഇപ്പൊ അത് റെഡി ആയിട്ടില്ലേ? ഇനിയിപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ടൂൾസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ വരയ്ക്കണോ, ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതിലും കൊടുക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സിൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫാ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് കൊടുക്കണം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് അത് കൊടുക്കണം. അപ്പൊ എലമെന്റ്സ് കുറേ അധികം എലമെന്റ്സ് വരും. കണ്ടില്ലേ ഇത്ര അധികം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു. അതിൽ നോക്കിയേ പ്രോ ഉള്ളതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണം കേട്ടോ. അപ്പൊ അത് വേണ്ട. നമുക്ക് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ട എ ഡേ ഇൻ മൈ ലൈഫ്. എലമെന്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എലമെന്റ്സ് നമുക്ക് കൊടുക്കാന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഇപ്പൊ ലൈക്ക്, കമന്റ് അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അടുത്തതായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം. ഇനിയിപ്പോ ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയ ഒരു ബൾബിന്റെ ഫോട്ടോ വന്നു, ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. മൊത്തത്തിൽ നമുക്ക് എലമെന്റ്സ് വലിച്ചു വാരി ഇടാന്ന് അടിപൊളിയാക്കാം. ഇനിയിപ്പോ ഡേ ഇൻ മൈ ലൈഫിന്റെ എലമെന്റ്സ് അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും വേണമെന്ന് വിചാരിക്കാം. വേറെ ഇഷ്ടമുള്ളത് ഗ്രാഫിക്സോ ഫോട്ടോസോ എന്തെങ്കിലും വേറെ വല്ലതും നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത്ര ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മളെ ഇവിടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. ഇനി നമുക്കിത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലൊരു അടിയിലേക്ക് ഒരു ഏര വന്നിട്ടില്ലേ, അതൊക്കെ അത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും. അപ്പൊ ഇത്തിരി നേരം ഒന്ന് ക്ഷമിക്കണം. വൈഫൈയും കാര്യങ്ങളൊക്കെ കുറവ് സ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ സ്ലോ ആയിട്ടാട്ടോ വരാം. അപ്പൊ നോക്കിയേ നമ്മളുടെ തംബ്നെയിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് വേറെ ഫയൽ എടുക്കണമെങ്കിൽ ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കാം. ഇപ്പൊ കണ്ട നമ്മുടെ ഫയലുകൾ ഒന്നും ഇതിന്ന് പോവില്ല കേട്ടാ. ഈ കംപ്ലീറ്റ് ഫയലും നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ഗാലറിയിൽ നിന്ന് പോയാലും നമുക്ക് ഇതിന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന്. അപ്പൊ ഞാൻ ആ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടാറ്റാ.